നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ അർജൻറ്റീന ഇന്ന് ഓസ്ട്രിയ നേരിടാൻ ഒരുങ്ങുന്നു. ഇന്നലത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് ലയണൽ സ്കലോനിയോട് മുമ്പ് കാർലോ അഞ്ചലോട്ടി പറഞ്ഞൊരു കാര്യം ചോദിച്ചിരുന്നല്ലോ. അതായത് അർജൻറ്റീന അത്ര ഇൻറ്റൻസ് ആയിട്ടല്ല കളിക്കുന്നത്, എന്നാലും അവർ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു എന്ന് അഞ്ചലോട്ടി പറഞ്ഞതിനെക്കുറിച്ച് സ്കലോനി പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ നേറ്റീവ് ലാംഗ്വേജിലല്ല പറഞ്ഞത്. അത് സ്പാനിഷും ഇറ്റാലിയനും പോർച്ചുഗീസും ഒക്കെ മിക്സ് ചെയ്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. ഞാൻ എന്തായാലും അതൊരു വിമർശനം എന്നതിലുപരി ഒരു കോംപ്ലിമെൻ്റ് ആയിട്ടാണ് എടുക്കുന്നതെന്നാണ് സ്കലോനി പറഞ്ഞത്. പക്ഷേ സ്കലോനിയെ പോലെയല്ല, സ്കലോനിയുടെ സുഹൃത്തും മുൻ താരവും ഇപ്പോൾ പത്രപ്രവർത്തകനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന മാർട്ടിൻ പലർമോ അതെടുത്തത്. മാർട്ടിൻ പലർമോ പറയുന്നത് അത് ആഞ്ചലോട്ടി അങ്ങനെ പറയണ്ട, ഞങ്ങൾക്കങ്ങനെ അർജൻറ്റീനക്ക് അങ്ങനെ ഇൻറ്റൻസിറ്റിയുടെ പ്രശ്നമൊന്നുമില്ല, ബ്രസീലിനാണ് പ്രശ്നം, ബ്രസീലിൻ്റെ കാര്യം നോക്കട്ടെ എന്ന തരത്തിലുള്ളൊരു പ്രതികരണമാണിപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ വിചാരിക്കുന്ന അർജൻറ്റീനക്ക് അറിയാം എപ്പോൾ ഇൻറ്റൻസിറ്റി പുറത്തെടുക്കണം, അതുപോലെ തന്നെ എപ്പോൾ ബോൾ കൺട്രോൾ ചെയ്തുകൊണ്ട് മത്സരം മുന്നോട്ട് കൊണ്ടുപോകണം, ഇതൊക്കെ നന്നായിട്ട് അർജൻറ്റീനക്ക് അറിയാം. ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യം, അവർ കഴിഞ്ഞ ക്വാളിഫയറിലും കഴിഞ്ഞ വേൾഡ് കപ്പിലും ഒക്കെ എന്താ ചെയ്തത് അതിപ്പോഴും റിപ്പീറ്റ് ചെയ്യുകയാണ്. അവർക്ക് പൊസഷൻ നഷ്ടമായി കഴിഞ്ഞാൽ ആ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണും ബോൾ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ 2-3 പ്ലെയേഴ്സ് ബോളിനോട് അടുത്ത് നിൽക്കുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ബോൾ റിക്കവർ ചെയ്യാനുള്ളൊരു ഇൻറ്റൻസിറ്റി കാണിക്കുമെന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അർജൻറ്റീന ഇൻറ്റൻസിറ്റി ഇല്ലാത്ത ടീമാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർക്കറിയാം ആ ഫൈനൽ മീറ്റേഴ്സിൽ അവസാന ഘട്ടത്തിൽ എത്രത്തോളം ഇൻറ്റൻസ് ആയിട്ട് കളിക്കണമെന്നും പിന്നെ മെസ്സി അവിടെയുണ്ട്, അതുകൊണ്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ കഴിഞ്ഞ കളി കണ്ടില്ലേ, അത് നിങ്ങൾ കണ്ടില്ലേ അർജൻറ്റീന എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് സത്യത്തിൽ സംഭവിക്കുന്നത്, ആഞ്ചലോട്ടി പറയുന്ന കാര്യം സംഭവിക്കുന്നത് ബ്രസീലാണ് ആ ഇൻറ്റൻസിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവർക്കാണ് ഇപ്പോൾ അതില്ലാത്തത്, അവരുടെ ഫ്ലാഷി ഗെയിമിൽ അത് അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. സോ അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നല്ല രൂപത്തിലല്ല പോകുന്നത്. യഥാർത്ഥത്തിൽ ബ്രസീലിലാണ് ഈ കാര്യങ്ങൾ കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ കളിക്കേണ്ടതും അത് കൺട്രോൾ ചെയ്യാനൊക്കെ ഇപ്പോഴും ബുദ്ധിമുട്ടുള്ളത് എന്നാണ് ഞാൻ പറയുക എന്ന് മാർട്ടിൻ പലർമോ പറയുന്നു. ചുരുക്കത്തിൽ ആഞ്ചലോട്ടി പറയുന്ന ആരോപണമാവോ അല്ലെങ്കിൽ ആഞ്ചലോട്ടിയുടെ അഭിപ്രായം അതങ്ങനെയാണ് സ്കലോനി നല്ല രൂപത്തിൽ എടുത്തിട്ടുള്ളൂ. പക്ഷേ മറ്റു ചിലർക്ക് അത് അത്ര അങ്ങ് പറ്റുന്നില്ല. പിന്നെ ഇത് മാർട്ടിൻ പലർമോക്ക് പിടിച്ചിട്ടില്ല എന്നർത്ഥം. പലർമോ എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കേണ്ട ആളാണ്. കാരണം എന്താണെന്നറിയോ, വേൾഡ് റെക്കോർഡൊക്കെ ഉള്ള ആളാണ്. എന്തിനാണെന്നറിയോ വേൾഡ് റെക്കോർഡ്? അത് നിങ്ങളറിയണം. പലർമോക്ക് ഒരൊറ്റ ഇൻ്റർനാഷണൽ മത്സരത്തിൽ 3 പെനാൽറ്റികൾ പുറത്തേക്ക് അടിച്ചതിൻ്റെ ഗോളാക്കാൻ പറ്റാത്തതിൻ്റെ റെക്കോർഡിലെ ആളാണ്. ആ കൊളംബിയക്കെതിരെ 1999 കോപ്പ അമേരിക്ക മത്സരത്തിൽ പലർമോ 3 പെനാൽറ്റി എടുത്തു. ഇത് പെനാൽറ്റി ഷൂട്ടൗട്ടിലല്ല കേട്ടോ, 90 മിനിറ്റ് കളിയിലാണ് സംഭവിക്കുന്നത്. ആദ്യ പെനാൽറ്റി ക്രോസ് ബാറിൽ അടിച്ചു പോയി, രണ്ടാമത്തെ പെനാൽറ്റി ക്രോസ് ബാറിൻ്റെ മുകളിലൂടെ പറന്നുപോയി, മൂന്നാമത്തെ പെനാൽറ്റി അത് കൊളംബിയൻ ഗോൾ കീപ്പർ മിഗ്വൽ കലേറോ തടഞ്ഞിട്ടു. എങ്ങനെയുണ്ട്? അപ്പോൾ ആ പലരും പറയുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.